നമസ്കാരം, എല്ലാവർക്കും ഡോക്ടർ കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റോക്കിയോമെട്രിയാണ്. സ്റ്റോക്കിയോമെട്രി എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ്. വളരെ എളുപ്പമുള്ള, വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സ്റ്റോക്കിയോമെട്രി ബേസ്ഡ് കാൽക്കുലേഷൻസ് ഒരിക്കലും നിങ്ങൾക്ക് തെറ്റിപ്പോകാത്ത ഒരു ടോപ്പിക്കായിരിക്കും. ഇതൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, അത്രേ ഉള്ളൂ. എന്താണ് സ്റ്റോക്കിയോമെട്രി എന്ന് പറഞ്ഞാൽ? The word stoichiometry is derived from two Greek words. ആ വേർഡ്സ് സ്റ്റോക്കിയോൺ ആൻഡ് മെട്രോ. The word stoichiometry is derived from these two Greek words, and the meaning of stoichion is element, and the meaning of metron is measure. Elements ne measure ചെയ്യാം. എന്താണ് സ്റ്റോക്കിയോമെട്രി? Stoichiometry deals with the calculation of masses of reactants and products involved in a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള റിയാക്ടൻസിന്റെയും പ്രൊഡക്ട്സിന്റെയും മാസസിന്റെ കാൽക്കുലേഷനെ കുറിച്ച് പറയുന്നതാണ് സ്റ്റോക്കിയോമെട്രി. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇതൊരു കമ്പസ്റ്റൻ റിയാക്ഷൻ ആണ്, അതായത് കമ്പസ്റ്റൻ ഓഫ് മീഥേൻ. സ്റ്റോക്കിയോമെട്രി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞത്? ഇറ്റ് ഡീൽസ് വിത്ത് ദി കാൽക്കുലേഷൻ ഓഫ് മാസസ് ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്ട്സ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഈ കെമിക്കൽ റിയാക്ഷനിലെ ആരാണ് റിയാക്ടൻസ് ആൻഡ് ആരാണ് പ്രൊഡക്ട്സ്? ഇവരാണ് റിയാക്ടൻസ് അല്ലെ, അതായത് മീഥേനും ഓക്സിജനും ആണ് റിയാക്ടൻസ്. അതുപോലെ പ്രൊഡക്ട്സ് ആരൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ഇവരാണ് നമ്മുടെ ഈ റിയാക്ഷന്റെ പ്രൊഡക്ട്സ്. ഇനി ഇതിൽ നിങ്ങൾ കണ്ടോ, ഇതിൽ എല്ലാവരും ഗ്യാസസ് ആണ്, അതായത് റിയാക്ടൻസും പ്രൊഡക്ട്സും എല്ലാവരും ഗ്യാസസ് ആണ്. അതായത് ഓൾ റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്ട്സ് ആർ ഗ്യാസസ് ഇൻ ദിസ് റിയാക്ഷൻ. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ അത് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഏത് ഉപയോഗിച്ചാണ്? ജി ഉപയോഗിച്ചാണ്. ഇനി എല്ലാ സോളിഡ്സ് ആണെങ്കിൽ നമ്മൾ ഏത് ലെറ്റർ ആണ് ഉപയോഗിക്കുക? എസ് ആണ് ഉപയോഗിക്കുക. അതുപോലെ ലിക്വിഡ്സ് ആണെങ്കിൽ നമ്മൾ ഏതാണ് ഉപയോഗിക്കുക? എൽ ആണ് ഉപയോഗിക്കുക. എല്ലാവരും ഗ്യാസസ് ആണ്. ഇനി ഇങ്ങനെ ഒരു കെമിക്കൽ റിയാക്ഷൻ, ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ഈ ഇക്വേഷൻ കണ്ടാൽ നിങ്ങൾക്കറിയാം ഈ ഇക്വേഷൻ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ് അല്ലെ. ഇവിടെയുള്ള എല്ലാ എലമെന്റ്സും ബാലൻസ്ഡ് ആണ്. ഇങ്ങനെ ഒരു കെമിക്കൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻസ് കിട്ടും? അതായത് ഇങ്ങനെ ഒരു ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇവിടെ 1 molecule of methane reacts with 2 molecules of oxygen to produce 1 molecule of CO2 and 2 molecules of water അല്ലെ. അപ്പൊ എനിക്ക് മോളിക്യൂൾസിന്റെ ടേംസിൽ ഇത് മനസ്സിലാക്കാം. അതായത് മോളിക്യൂൾസിന്റെ ടേംസിൽ പറയുകയാണെങ്കിൽ 1 molecule of CH4 reacts with 2 molecules. കാരണം ഇവിടെ എനിക്ക് 2 ഉണ്ട്, ഇവിടുത്തെ ഈ കോഎഫിഷ്യന്റ് 2 ആണ്. ഇതിനെ നമ്മൾ എന്താണ് പറയാ? സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യന്റ് എന്നാണ് പറയാ. ഇവിടെ എനിക്ക് കോഎഫിഷ്യൻസ് ഒന്നുമില്ല, വിച്ച് മീൻസ് 1 അല്ലെ. അതായത് ഇവിടുത്തെ കോഎഫിഷ്യന്റ്, സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യന്റ് 1 ആണ്. 1 molecule of methane reacts with 2 molecules of O2 to produce 1 molecule of CO2 and 2 molecules of H2O. ഇവിടെ നമ്മൾ റേഷ്യോ പറയുകയാണെങ്കിൽ ഇവരുടെ റേഷ്യോ, മീഥേന്റെയും ഓക്സിജന്റെയും റേഷ്യോ 1:2 ആണ്. അതുപോലെ പ്രൊഡക്ട്സിന്റെ നോക്കുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് 1 molecule ആണ്, വാട്ടർ 2 molecules ആണ് അല്ലെ. ഇനി എനിക്ക് ഇതിനെ അതുപോലെ തന്നെ മോൾസിന്റെ ടേംസിലും പറയാം. എങ്ങനെയാണ് ഞാൻ മോൾസിന്റെ ടേംസിൽ പറയുന്നത്? അതായത് ഞാനിപ്പോൾ ഇവരെ എല്ലാവരെയും അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ആണെന്ന് വിചാരിക്കും. അവഗാഡ്രോ നമ്പറിനെയാണ് ഞാൻ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ അവഗാഡ്രോ നമ്പർ കൊണ്ട് ഇവരെല്ലാവരെയും മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? അതായത് 1 times അവഗാഡ്രോ നമ്പർ, വിച്ച് ഈസ് അവഗാഡ്രോ നമ്പർ അല്ലെ. ഇനി 2 times അവഗാഡ്രോ നമ്പർ, അപ്പോൾ 2Na. ഇനി അഗൈൻ ഇവിടെ 1 times അവഗാഡ്രോ നമ്പർ Na ആൻഡ് ഇവിടെ 2Na അല്ലെ. അപ്പൊ ഇനി ഇതിനെ എനിക്ക് എന്തെന്ന് പറയാം? അതായത് അവഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അറിയാൻ നമുക്ക് 1 mole ആണ് അല്ലെ. കാരണം ഇവിടെ ഒരു അവഗാഡ്രോ നമ്പറേ ഉള്ളൂ. അതായത് 1 mole എന്ന് എനിക്ക് പറയാം. മോളിന്റെ ലെസണിൽ ഞാൻ പറഞ്ഞിരുന്നു 1 mole of anything is equal to അവഗാഡ്രോ നമ്പർ ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ്. ഇവിടെ 1 mole എന്ന് എനിക്ക് എഴുതാം. അതുപോലെ ഇവിടെ എനിക്ക് 2 times Na ആണ്. അതുകൊണ്ട് എനിക്ക് എന്തെന്ന് പറയാം? 2 moles എന്ന് പറയാം. അതുപോലെ ഇവിടെ എനിക്ക് 1 Na ഉള്ളൂ, വിച്ച് ഈസ് ഈക്വൽ ടു 1 mole. ഇവിടെയോ, ഇവിടെ എനിക്ക് 2 moles ഉണ്ട് അല്ലെ. കാരണം 2 അവഗാഡ്രോ നമ്പർ 2 times Na ആണ്. എനിക്കതിനെ 2 moles എന്ന് പറയും. മോൾസിന്റെ ടേംസിൽ പറയുകയാണെങ്കിൽ ഈ മോളിക്യൂൾ പറഞ്ഞ അതുപോലെ തന്നെ എനിക്ക് മോൾസിന്റെ ടേംസിലും പറയാം. മനസ്സിലായല്ലോ? ഇവിടെ മോൾസിന്റെ ടേംസിൽ പറയുകയാണെങ്കിൽ 1 mole of methane
reacts with 2 moles of oxygen to produce 1 mole of CO2 and 2 moles of water. മനസ്സിലായല്ലോ? ഈ അതേപോലെ തന്നെ മോളിക്യൂൾ പറഞ്ഞ അതേപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യൻസ് എത്രയാണെന്ന് നോക്കിയാൽ മതി. അത്രയും മോൾസ് ആണ്. നമ്മുടെ കാൽക്കുലേഷൻസിലൊക്കെ നമ്മൾ അധികം ഉപയോഗിക്കുന്നത് എന്താണ്? മോൾസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ? ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ വീണ്ടും പറയാണ്, നിങ്ങളുടെ കെമിക്കൽ ഇക്വേഷൻ ബാലൻസ്ഡ് ആയിരിക്കണം. ബാലൻസ്ഡ് ആയില്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ കാൽക്കുലേഷൻസും തെറ്റിപ്പോവും. ഓക്കെ, ഞാൻ മോൾസിന്റെ ടേംസിൽ പറഞ്ഞു. ഇനി എനിക്ക് അതുപോലെ തന്നെ എനിക്ക് മാസസിന്റെ ടേംസിലും പറയാം. മാസസിന്റെ ടേംസിൽ പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? ഇവിടെ എന്താണുള്ളത്? എനിക്ക് CH4 ആണുള്ളത്. CH4 1 മോൾ CH4 ആണുള്ളത് അല്ലെ. 1 മോൾ CH4ന്റെ മാസ് എത്രയാണ്? 1 മോളിന്റെ മാസ് മോളാർ മാസ് ആണ് അല്ലെ. അപ്പൊ CH4ന്റെ മാസ് എത്രയാണ്? കാർബൺ 12 ആണ്. ഹൈഡ്രജൻ 4 ഹൈഡ്രജൻസ് ഉണ്ട്. സോ 12 + 4 എത്രയാണ്? 16. അപ്പൊ എനിക്ക് എന്തെന്ന് പറയാം? 16 grams of methane reacts with ഓക്സിജന്റെ നോക്കൂ, ഇവിടെ ഒരു ഓക്സിജന്റെ 16 ആണ്, ഇവിടെ O2 ആണ് അല്ലെ. അപ്പൊ 16 × 2 which is 32. ഇനി അതുപോലെ തന്നെ എനിക്ക് 2 moles of oxygen ഉണ്ട്. സോ 2 × 32. അത് തെറ്റരുത്. അതുപോലെ CO2 1 മോൾ CO2 ഉള്ളൂ. 1 മോൾ CO2ന്റെ മാസ് എത്രയാണ്? അതായത് CO2ന്റെ മോളാർ മാസ് എത്രയാണ്? 44 grams ആണ്. അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. മോളാർ മാസ് കാണുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. 44 grams. ഇനി 2 moles of H2O. H2ന്റെ മോളാർ മാസ് എത്രയാണ്? 18 grams ആണ്. ഇനി 18 grams എന്ന് മാത്രം എഴുതിയാൽ മതിയോ? പോരാ, കാരണം നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം എനിക്കിവിടെ 2 moles of H2O ഉണ്ട്. സോ 2 × 18 grams. ഓക്കെ, റേഷ്യോ പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? മാസസിന്റെ ടേംസിൽ നമുക്ക് റേഷ്യോ പറയാം. അതായത് 16 grams of methane reacts with 64 grams, 32 × 2 64 grams of O2 to produce 44 grams of CO2 and 2 × 18 എത്രയാണ്? 36 grams of water. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് മാസസിന്റെ ടേംസിൽ പറയാം. ഇനി അതുപോലെ തന്നെ എനിക്ക് വോള്യൂംസിന്റെ ടേംസിലും പറയാം. ഇതെല്ലാം പ്രോബ്ലംസിൽ വരും. ഓക്കെ, വോള്യൂംസിന്റെ ടേംസിൽ പറയാം. വോള്യൂംസിന്റെ ടേംസിൽ എങ്ങനെയാണ് പറയാ? നമുക്കറിയാം മോളാർ വോള്യൂം, അതായത് വോള്യൂംസ് കുറച്ചുകൂടി ഈസിയാണ് അല്ലെ. നമുക്കറിയാം 1 മോൾ ഏതൊരു ഗ്യാസിന്റെയും വോള്യൂം എത്രയാണ്? മോളാർ വോള്യൂം ആണ്. അതിന്റെ വാല്യൂ എത്രയാണ്? അതിന്റെ വാല്യൂ 22.4 liters ആണ്. ഇവിടെ എനിക്ക് 1 മോൾ CH4 ആണുള്ളത്. 1 മോൾ CH4 എന്ന് പറഞ്ഞാൽ എത്ര? അതിന്റെ വോള്യൂം എത്രയാണ്? 1 മോൾ ഓഫ് ഏത് ഗ്യാസിന്റെ വോള്യൂം? 22.4 liters ആണ്. സോ 1 മോൾ CH4ന്റെ വോള്യൂം എത്രയാണ്? 22.4 liters. സോറി, ഓക്കെ, 22.4 liters. ഇനി അതുപോലെ ഓക്സിജൻ നോക്കൂ. ഓക്സിജൻ എനിക്ക് 1 മോൾ അല്ല ഉള്ളത്, 2 മോൾസ് ഉണ്ട് അല്ലെ. അപ്പൊ 2 × 22.4 liters. ഓക്കെ, ഇനി CO2 എങ്ങനെയാണ്? CO2 എനിക്ക് 1 മോളേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് 22.4 liters. ഓക്കെ, ഇനി H2O എനിക്ക് എത്ര H2O ഉണ്ട്? 2 മോൾസ് H2O ഉണ്ട്. സോ 2 × 22.4 liters. മനസ്സിലായല്ലോ? അപ്പോൾ മോളിക്യൂൾസിന്റെ ടേംസിൽ പറയാം, നമുക്ക് മോൾസിന്റെ ടേംസിൽ പറയാം, അതുപോലെ മാസസിന്റെ റേഷ്യോയിൽ പറയാം, ഇനി വോള്യൂംസും പറയാം. അപ്പൊ ഇതൊക്കെ എങ്ങനെയാ പറയുന്നതെന്ന് മനസ്സിലായല്ലോ? അതായത് നിങ്ങൾ ജസ്റ്റ് സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യൻസ് എത്രയാണെന്ന് നോക്കിയാൽ മതി. വോള്യൂംസിന്റെ കേസിലാണെങ്കിൽ നമുക്ക് എളുപ്പമായി അല്ലെ. 1 മോൾ ഗ്യാസിന്റെ വോള്യൂം 22.4 ആണ്. സോ നമുക്ക് 2 മോൾസ് ഉണ്ടെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 3 മോൾസ് ഉണ്ടെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി മാസസ് ആണെങ്കിലും നിങ്ങൾ അതുപോലെ തന്നെ നോക്കുക, എത്ര മോൾസ് ഉണ്ട് നോക്കുക. ഒരു മോളിന്റെ മാസ് നമുക്കറിയാം മോളാർ മാസ് അല്ലെ, ആ കോമ്പൗണ്ടിന്റെ മോളാർ മാസ്. ഇനി 2 മോൾസ് ഉണ്ടെങ്കിൽ മോളാർ മാസ് ടൈംസ് 2, 3 മോൾസ് ഉണ്ടെങ്കിൽ മോളാർ മാസ് ടൈംസ് 3. ഓക്കെ, അങ്ങനെയാണ് ചെയ്യാം. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഇതാണ് പ്രോബ്ലം. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് H2O പ്രൊഡ്യൂസ്ഡ് ബൈ ദ കമ്പസ്റ്റൻ ഓഫ് 16 gram of methane. ഓക്കെ, H2O ഇവിടെ ഗ്യാസ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് H2O പ്രൊഡ്യൂസ്ഡ് ബൈ ദ കമ്പസ്റ്റൻ ഓഫ് 16 gram of methane. ഞാൻ പറഞ്ഞു സ്റ്റോക്കിയോമെട്രിക് പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആദ്യം നമ്മൾ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതണം. ഓക്കെ, ഇത് കമ്പസ്റ്റൻ ആണ്, കമ്പസ്റ്റൻ ഓഫ് മീഥേൻ ആണ്. മീഥേന്റെ ഫോർമുല നമുക്കറിയാം അല്ലെ, CH4 ആണ്. പ്ലസ് കമ്പസ്റ്റൻ ആകുമ്പോൾ എന്താണ്? ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ ആണ്. സോ O2 gives. ഇനി കമ്പസ്റ്റൻ റിയാക്ഷന്റെ പ്രോഡക്ട്സ് നമുക്കറിയാം അല്ലെ, ആരൊക്കെയാണ്? CO2 and H2O.
ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ ബാലൻസ് ചെയ്യണം. കാർബൺ നമുക്ക് ഒരു കാർബൺ ആണ് ഉള്ളത്, ഇത് ബാലൻസ്ഡ് ആണ്. ഇനി ഹൈഡ്രജന്റെ നോക്കണം. ഹൈഡ്രജൻ നമുക്ക് ഇവിടെ 4 ഹൈഡ്രജൻസ് ഉണ്ട്, ഇവിടെ 2 ഹൈഡ്രജൻസേ ഉള്ളൂ. സോ 2 ആഡ് ചെയ്യണം, അപ്പോൾ 4 ആയി. ഇനി ഓക്സിജൻ നോക്കൂ. ഓക്സിജൻ ഇവിടെ 2 + 2 4 ഓക്സിജൻസ് ഉണ്ട്, ഇവിടെ നമുക്ക് 2 ഓക്സിജനേ ഉള്ളൂ. സോ ഞാൻ 2 ആഡ് ചെയ്യണം അല്ലേ, 2O2. ഇവരെല്ലാവരും ആരാണ്? ഗ്യാസസ് ആണ്. ഇതാണ് നമ്മുടെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ്. ഇനി നമ്മളോട് എന്താണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്? കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് വാട്ടർ പ്രൊഡ്യൂസ്ഡ്. വാട്ടറിന്റെ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് തന്നിട്ടുള്ള എമൗണ്ട് ആരുടെയാണ്? 16 gram ഓഫ് മീഥേൻ. മീഥേന്റെ മാസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ ഇവര് രണ്ടുപേരെയും മാത്രം കമ്പയർ ചെയ്താൽ മതി, ബാക്കിയുള്ളവരുടെ മാസും ഒന്നും കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആളും നമുക്ക് തന്നിട്ടുള്ള ആളും അവര് തമ്മിലുള്ള റേഷ്യോ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, നമുക്ക് തന്നിട്ടുള്ളത് മീഥേന്റെ ആണ്. നമുക്ക് നോക്കാം. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് എമൗണ്ട് ഓഫ് വാട്ടർ ആണ്. അപ്പൊ നമ്മൾ മാസിന്റെ റേഷ്യോ ആണ് നോക്കേണ്ടത്. മനസ്സിലായല്ലോ? ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മാസിന്റെ റേഷ്യോ ആണ് നോക്കേണ്ടതെന്ന് മനസ്സിലായി. അത് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇവർ തമ്മിലുള്ള മോൾ റേഷ്യോ നോക്കണം. ഓക്കെ, സോ 1 മോൾസ് ഓഫ് CH4 ആണ് നമുക്ക് 2 മോൾസ് ഓഫ് വാട്ടർ തരുന്നത്. 1:2 അല്ലെ. ഇനി മാസ് ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി മാസിന്റെ കാര്യം എഴുതാം. മാസ് ഇവരുടെ രണ്ടുപേരുടെയും മാസസ് തമ്മിലുള്ള റേഷ്യോ നോക്കാം. CH4ന്റെ മാസ് എത്രയാണ്? ഇവിടെ 1 മോൾ CH4 ഉള്ളൂ, അതിന്റെ മാസ് എത്രയാണ്? 16 grams അല്ലെ. കാർബണിന്റെ 12 ആണ്, 12 + 4 16 grams. 16 grams ഓഫ് CH4. 16 grams ഓഫ് CH4 നമുക്ക് എത്ര grams ഓഫ് H2 ആണ് തരുന്നത്? നമുക്ക് നോക്കാം. H2ന്റെ മോളാർ മാസ് എത്രയാണ്? 18 ആണ്. ഇനി നമുക്ക് 2 moles of H2 ഉണ്ട്. സോ 2 × 18 വേണം, which is equal to 36 gram. According to this equation, 16 grams of methane produces 36 grams of H2O. ഇതന്നെയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളതും അല്ലെ. 16 grams of methane എത്ര grams of water produce ചെയ്യുന്നതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതന്നെയാണ് നമ്മളുടെ ആൻസറും. 16 grams of methane എത്ര grams of water produce ചെയ്യും? 36 grams of water produce ചെയ്യും. 16 grams of methane എത്ര grams water produce ചെയ്യും? 36 grams water produce ചെയ്യും. സോ ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് വേറൊരു പ്രോബ്ലം നോക്കാം. ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഹൗ മെനി മോൾസ് ഓഫ് മീഥേൻ ആർ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 22 gram CO2 ആഫ്റ്റർ കമ്പസ്റ്റൻ? CO2 ഗ്യാസ് ആണ് അല്ലെ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതണം. ഇതും കമ്പസ്റ്റൻ തന്നെയാണ്, കമ്പസ്റ്റൻ ഓഫ് മീഥേൻ തന്നെയാണ്. നമ്മുടെ നേരത്തെ പോലെ തന്നെ സെയിം ഇക്വേഷൻ, which is CH4 plus 2O2 gives CO2 plus 2H2O. ഇതാണ് നമ്മുടെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷൻ കിട്ടി. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഹൗ മെനി മോൾസ് ഓഫ് മീഥേൻ ആർ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 22 grams ഓഫ് CO2. നമുക്ക് തന്നിട്ടുള്ളത് CO2ന്റെ മാസ് ആണ്. അതായത് 22 grams CO2 പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര മോൾസ് മീഥേൻ വേണം? അപ്പൊ ഇവിടെ നമുക്ക് ഒരെണ്ണത്തിന്റെ തന്നിട്ടുള്ളത് മാസും നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് മോൾസും ആണ്. ഓക്കെ, മനസ്സിലായല്ലോ? തന്നിട്ടുള്ളത് മാസും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് മോൾസും. സോ നമുക്ക് ആദ്യം ഇവർ തമ്മിലുള്ള മോൾ റേഷ്യോ എത്രയാണെന്ന് നോക്കാം. ഇവർ തമ്മിലുള്ള മോൾ റേഷ്യോ എത്രയാണ്? ഇവിടെ സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യന്റ് എത്രയാണ്? 1 ആണ്. ഇവിടുത്തെ സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യന്റും 1 തന്നെയാണ്. സോ 1 mole of methane produces 1 mole of CO2. അത് കിട്ടി അല്ലെ. ഇനി നമുക്ക് തന്നിട്ടുള്ളത് CO2ന്റെ മാസ് ആയതുകൊണ്ട് കാണാൻ പറഞ്ഞിട്ടുള്ളത് മോൾസ് ആണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കണം 1 mole of methane എത്ര ഗ്രാം CO2 തരുന്നുണ്ടെന്ന് നമ്മൾ നോക്കണം. എത്ര ഗ്രാം CO2 തരുന്നുണ്ട്? ഇവിടെ 1 mole CO2 ആണ് തരുന്നത്. സോ 1 mole CO2ന്റെ മാസ് എത്രയാണ്? 44 grams ആണ്. ഓക്കെ, 1 mole methane produces 44 grams CO2. അങ്ങനെയാണെങ്കിൽ 22 grams CO2 കിട്ടണമെങ്കിൽ നമുക്ക് എത്ര മോൾസ് CH4 വേണം? ഇതാണ് നമ്മുടെ ചോദ്യം. മനസ്സിലായല്ലോ? അപ്പൊ ഇത് x ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. x കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, സോ x is equal to 22 times 1. ഇവിടെ 1 ആണ്, 1 mole ആണ്. 22 times 1 over ഇവിടെ എത്രയാണ്? 44 ആണ്. 44 grams. ഇവിടെ ഗ്രാം തന്നെയാണ്, ഇവിടെ മോൾ ആണ്, 1 mole. ഓക്കെ, സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? 0.5 moles.
22 gram CO2 പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര മോൾ CH4 വേണം? 0.5 മോൾ CH4 വേണം. ഇനി ഇവിടെ ഈ ക്വസ്റ്റ്യൻ എളുപ്പമാണ്, കാരണം ഇവിടെ 44ഉം 22 ആണ്. നമുക്കറിയാം 44ന്റെ ഹാഫ് ആണ് 22 അല്ലെ. സോ 44 ഗ്രാംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 1 മോൾ ആണെങ്കിൽ 22 ഗ്രാംസ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എത്ര മോൾസ് വേണം? ഇതിന്റെ ജസ്റ്റ് ഹാഫ് അല്ലെ, കാരണം ഇവിടെ 44ന്റെ ഹാഫ് ആണ് 22. ഇവിടെ 1 മോൾ ആണ്. 1 മോൾ 44 ഗ്രാംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 1 മോൾ ആണ്. അങ്ങനെയാണെങ്കിൽ 22 ഗ്രാംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എത്ര മോൾസ് ആയിരിക്കും? അതിന്റെ ഹാഫ് 1 മോളിന്റെ ഹാഫ് എത്രയാണ്? 0.5 മോൾസ് അല്ലെ. ഇപ്പൊ ഈ കേസിൽ എളുപ്പമാണ്. ഇനി ഇങ്ങനെയല്ല നമ്പർ എങ്കിൽ അത് കാണാനുള്ള മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് കാണേണ്ടത് എക്സ് എന്ന് എഴുതുക, അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് റേഷ്യോ ഉപയോഗിച്ച് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് ലിമിറ്റിംഗ് റിയാക്ടന്റ്. എന്താണ് ലിമിറ്റിംഗ് റിയാക്ടന്റ് നമുക്ക് നോക്കാം. അതായത് ഇപ്പൊ ഈ റിയാക്ഷൻ, ഈ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇതെന്താണ്? H2 reacts with Cl2 to produce HCl അല്ലെ. ഇവിടെ എത്ര മോൾസ് ഓഫ് H2 ഉണ്ട്? ഇവിടെ എങ്ങനെയാണ് മോൾ റേഷ്യോ? 1 mole of H2 reacts with 1 mole of Cl2 to produce 2 moles of HCl അല്ലെ. ഓക്കെ, എനിക്കിപ്പോ 4 moles HCl വേണമെങ്കിൽ ഞാൻ ഇതിൽ ഒരു റിയാക്റ്റന്റിന്റെ എമൗണ്ട് മാത്രം കൂട്ടിയതുകൊണ്ട് കാര്യമില്ല. അതായത് ഇപ്പൊ ഇതിന്റെ ഡബിൾ എനിക്ക് വേണം അല്ലെ. ഇവിടെയുള്ള HClന്റെ ഇവിടെ 2 moles of HCl ആണ് ഉള്ളത്, അതിന്റെ ഡബിൾ എനിക്ക് ഇവിടെ വേണം. അതായത് 4 moles of HCl വേണമെങ്കിൽ ഞാൻ ഈ Cl2ന്റെ എമൗണ്ട് മാത്രം കൂട്ടിയിട്ട് കാര്യമില്ല. അതായത് ഞാനിപ്പോ Cl2ന്റെ എമൗണ്ട് മാത്രം ഡബിൾ ചെയ്തു, എന്നിട്ടോ H2നെ അതുപോലെ തന്നെ നിർത്തി. ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ എനിക്ക് 4 moles HCl കിട്ടുമോ? ഇല്ല, എനിക്ക് 4 moles of HCl കിട്ടില്ല. കാരണം എന്താണ്? കാരണം എനിക്കിവിടെ ഈ റിയാക്റ്റന്റ് അതായത് H2 കുറവേ ഉള്ളൂ. സോ ഈ H2 അവസാനിച്ചാൽ, ഈ H2 റിയാക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ റിയാക്ഷൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ആവും. പിന്നെ മറ്റേ റിയാക്റ്റന്റ് കൂടുതൽ എമൗണ്ട് ഉണ്ടെന്ന് വിചാരിച്ച് റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്ത് പോവില്ല അല്ലെ. സോ ഈ കുറവ് എമൗണ്ട് ഉള്ള റിയാക്റ്റന്റ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ റിയാക്ഷൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. അതായത് നമുക്കുണ്ടാവുന്ന പ്രൊഡക്റ്റിന്റെ എമൗണ്ടിനെ ലിമിറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ കുറവ് എമൗണ്ട് ഉള്ള റിയാക്റ്റന്റ് ആണ്. സോ ദിസ് റിയാക്റ്റന്റ് ഈസ് നോൺ ആസ് ലിമിറ്റിംഗ് റിയാക്റ്റന്റ്. അതുകൊണ്ടാണ് ഇതിനെ ലിമിറ്റിംഗ് റിയാക്റ്റന്റ് എന്ന് പറയുന്നത്. എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? ലിമിറ്റിംഗ് റിയാക്റ്റന്റ് ഈസ് ദ റിയാക്റ്റന്റ് വിച്ച് ഈസ് പ്രസന്റ് ഇൻ ദി ലീസ്റ്റ് എമൗണ്ട് ഓർ ദ വൺ വിച്ച് ഗെറ്റ്സ് കൺസ്യൂംഡ് ഫസ്റ്റ്. ഓക്കെ, അതാണ് ലിമിറ്റിംഗ് റിയാക്റ്റന്റ്. ഇനി എന്തുകൊണ്ടാണ് അതിനെ നമ്മൾ ലിമിറ്റിംഗ് റിയാക്റ്റന്റ് എന്ന് പറയുന്നത്? ബിക്കോസ് ഇറ്റ് ലിമിറ്റ്സ് ദി എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് ഫോംഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. മനസ്സിലായല്ലോ? അതായത് ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ എമൗണ്ടിനെ ലിമിറ്റ് ചെയ്യുന്നതാണ് ആരാണ്? ലിമിറ്റിംഗ് റിയാക്റ്റന്റ് ആണ്. അതുകൊണ്ടാണ് അതിനെ ലിമിറ്റിംഗ് റിയാക്റ്റന്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി ഈ ലിമിറ്റിംഗ് റിയാക്റ്റന്റിന്റെ കാര്യം വരുന്നത്, നമുക്കിപ്പോ എപ്പോഴും കറക്റ്റ്, നമുക്ക് ആവശ്യമുള്ള കറക്റ്റ് എമൗണ്ട് തന്നെ എപ്പോഴും എടുത്ത് റിയാക്ഷൻസ് ചെയ്യാൻ സാധിക്കില്ല. ചിലപ്പോൾ ചില റിയാക്റ്റന്റ് കൂടിപ്പോവും, ചിലപ്പോൾ ചിലത് ആവശ്യമുള്ളതിലും കുറച്ച് കുറഞ്ഞു പോവും. അങ്ങനെയുള്ള കേസിലാണ് ഈ ലിമിറ്റിംഗ് റിയാക്റ്റന്റ് എന്നുള്ള കാര്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അതായത് നമുക്ക് ആക്യുറേറ്റ് എമൗണ്ട് തന്നെ എപ്പോഴും എടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ ആവശ്യമുള്ളതിലും കുറച്ച് കൂടിപ്പോവും അല്ലെങ്കിൽ കുറഞ്ഞു പോകും. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ ലിമിറ്റിംഗ് റിയാക്റ്റന്റ് കൺസിഡർ ചെയ്യേണ്ടത്. സോ അങ്ങനെയുള്ള കേസിൽ നമ്മളുടെ പ്രൊഡക്റ്റിന്റെ എമൗണ്ടിനെ ലിമിറ്റ് ചെയ്യുന്നത് ആരാണ്? കുറവ് എമൗണ്ട് ഉള്ള ലിമിറ്റിംഗ് റിയാക്റ്റന്റ്. കുറവ് എമൗണ്ട് ഉള്ള ലിമിറ്റിംഗ് റിയാക്റ്റന്റിന്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് പ്രൊഡക്റ്റ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 50.0 kilograms of N2 and 10.0 kilograms of H2 are mixed to produce ammonia. Calculate the amount of ammonia formed. Identify the limiting reagent in the production of ammonia in this situation. Okay, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സ്റ്റോക്കിയോമെട്രിക് പ്രോബ്ലത്തിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതണം. ഇവിടെ റിയാക്ഷൻ ബിറ്റ്വീൻ നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ ആണ്. N2 plus H2, it's a reversible reaction, all of us know that, and our product is NH3, right? Okay, ഇനി ഇക്വേഷനെ ബാലൻസ് ചെയ്യണം. ഹൈഡ്രജൻ നമുക്കിവിടെ 3 ഹൈഡ്രജൻസും ഇവിടെ 2 ഹൈഡ്രജൻസും ആണുള്ളത്. സോ അതിനെ ബാലൻസ് ചെയ്യാൻ എന്ത് ചെയ്യണം? 3H2 and 2NH3. ആൻഡ് നൈട്രജൻ നമുക്കിവിടെ 2. ഓക്കെ, നൈട്രജൻ ബാലൻസ്ഡ് ആണ്. ഇനി all of them are gases. ഓക്കെ, സോ നമുക്ക് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇനി നമ്മൾ നോക്കേണ്ടത് ലിമിറ്റിംഗ് റിയാക്റ്റന്റിന്റെ പ്രോബ്ലംസിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം രണ്ട് റിയാക്റ്റന്റിന്റെയും നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. നമുക്ക്
നൈട്രജന്റെയും ഹൈഡ്രജന്റെയും മാസസ് തന്നിട്ടുണ്ട്. സോ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ കണ്ടുപിടിക്കാം. ഞാൻ മുഴുവൻ എഴുതുന്നില്ല. മോൾസ് ഓഫ് നൈട്രജൻ. ഓക്കെ, എത്രയാണ്? നൈട്രജന്റെ മാസ് നമുക്ക് തന്നിട്ടുണ്ട്. സോ മോൾസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? മാസ് ഓവർ മോളാർ മാസ്. മാസ് എത്രയാണ് തന്നിട്ടുള്ളത്? 50 ആണ്. ശ്രദ്ധിക്കണം, 50.0 ആണ്. ഓക്കെ, ഇറ്റ്സ് ഇൻ കിലോഗ്രാംസ്, റൈറ്റ്? സോ വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻടു ഗ്രാം. വി ഹാവ് ടു മൾട്ടിപ്ലൈ ഇറ്റ് ബൈ 10 to the power 3. സോ 50 times 10 to the power 3 ഓവർ മോളാർ മാസ്. മോളാർ മാസ് ഓഫ് നൈട്രജൻ എത്രയാണ്? 28 ആണ്. സോ 28 ഗ്രാംസ് പെർ മോൾ ആണ്. ഇവിടുത്തെ യൂണിറ്റും ഗ്രാംസ് തന്നെയാണ്. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.785 ടൈംസ് 10 to the power 3 മോൾസ്. ഇതാണ് നമുക്ക് കിട്ടുന്നത്. അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ. നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ എത്രയാണ്? 1.785 ടൈംസ് 10 to the power 3 മോൾസ്. ഇനി ചെയ്യേണ്ടത് എന്താണ്? മോൾസ് ഓഫ് ഹൈഡ്രജൻ കണ്ടുപിടിക്കണം. മോൾസ് ഓഫ് ഹൈഡ്രജൻ എത്രയാണ്? മാസ് എത്രയാണ്? 10.0. അഗൈൻ we have to convert it into grams. So 10 to the power 3 over. ഇനി ഹൈഡ്രജന്റെ മോളാർ മാസ് എത്രയാണ്? നമുക്ക് H2 ആണ്. 2 ഹൈഡ്രജൻ ഉണ്ട്. സോ 2.016 ഗ്രാം പെർ മോൾ. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4.96 ടൈംസ് 10 to the power 3 മോൾസ്. ഓക്കെ, നമ്മൾ ഹൈഡ്രജന്റെയും നൈട്രജന്റെയും നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് നോക്കേണ്ടത്, നമ്മൾ മോൾ റേഷ്യോ നോക്കണം. നൈട്രജനും ഹൈഡ്രജനും തമ്മിലുള്ള മോൾ റേഷ്യോ നോക്കണം. നൈട്രജനും ഹൈഡ്രജനും തമ്മിലുള്ള മോൾ റേഷ്യോ എത്രയാണ്? N2:H2. നൈട്രജനും ഹൈഡ്രജനും തമ്മിലുള്ള മോൾ റേഷ്യോ എത്രയാണ്? 1:3 ആണ് അല്ലെ? 1:3 ആണ്. അതായത് 1 നൈട്രജന് 3 മോൾസ് ഓഫ് ഹൈഡ്രജൻ വേണം. നമുക്ക് നോക്കാം. നമുക്ക് നൈട്രജന്റെ മോൾസ് നമ്മൾ കണ്ടുപിടിച്ചു. നൈട്രജന്റെ മോൾസ് എത്രയാണ്? 1.785 times 10 to the power 3 moles ആണ് നമ്മുടെ നൈട്രജന്റെ മോൾസ്. According to this equation we need 3 moles of hydrogen to 1 mole of nitrogen, right? അങ്ങനെയാണെങ്കിൽ 1.785 times 10 to the power 3 moles of nitrogen എത്ര മോൾസ് ഹൈഡ്രജൻ വേണം? നമ്മൾ ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഇല്ലേ? കാരണം എന്താ? 1 മോൾ നൈട്രജന് നമുക്ക് 3 മോൾസ് ഹൈഡ്രജൻ വേണം. അങ്ങനെയാണെങ്കിൽ 1.785 times 10 to the power 3 മോൾസിന് എത്ര ഹൈഡ്രജൻ വേണം? ഇതിനെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് 5.355 times 10 to the power 3 moles ആണ്. ഓക്കെ, നമുക്ക് 1 മോൾ നൈട്രജന് 3 മോൾസ് വേണം. അതുകൊണ്ട് 1.785 എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? അതായത് നമുക്ക് തന്നിട്ടുള്ള മാസ് അനുസരിച്ച് നമുക്കുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ ആണ് ഇത്. ഓക്കെ, സോ നമുക്ക് ഇത്രയും, അതായത് 50 kilograms ഓഫ് നൈട്രജനുമായിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത്രയും നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ വേണം. കാരണം 1 മോൾ നൈട്രജന് നമുക്ക് 3 മോൾസ് ഹൈഡ്രജൻ വേണം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. നമുക്കുള്ള ഹൈഡ്രജന്റെ നമ്പർ ഓഫ് മോൾസ് നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ? നമുക്ക് ഉള്ള ഹൈഡ്രജന്റെ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 4.96 times 10 to the power 3 മോൾസ് ആണ്. ഇത് നമുക്ക് ആവശ്യമുള്ളതിലും കുറവ് എമൗണ്ട് ആണ് അല്ലെ? അപ്പൊ നമുക്ക് ആവശ്യമുള്ള അത്ര ഹൈഡ്രജൻ നമുക്കില്ല. സോ അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ ലിമിറ്റിംഗ് റിയാക്ടന്റ് ആരാണ്? ഹൈഡ്രജൻ ആണ് ഇവിടെ ലിമിറ്റിംഗ് റിയാക്ടന്റ്. കാരണം ഇവിടെ ഹൈഡ്രജൻ നമുക്ക് ആവശ്യമുള്ളതിലും കുറവാണ്. അതായത് ഇത്രയും 50 kilograms ഓഫ് നൈട്രജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ ആവശ്യമുള്ള അത്ര ഹൈഡ്രജൻ നമുക്ക് ഇവിടെ ഇല്ല. അതിനേക്കാളും കുറവ് ഹൈഡ്രജനേ ഉള്ളൂ. ഓക്കെ, സോ ഹിയർ ഹൈഡ്രജൻ ഈസ് ദി ലിമിറ്റിംഗ് റിയാക്ടന്റ്. മനസ്സിലായല്ലോ? ഓക്കെ, നമ്മൾ ലിമിറ്റിംഗ് റിയാക്ടന്റിനെ ഐഡന്റിഫൈ ചെയ്തു. ഇനി ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടെ കണ്ടുപിടിക്കാനുണ്ട്. എന്താണ്? അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ? ഞാൻ പറഞ്ഞു, ലിമിറ്റിംഗ് റിയാക്ടന്റ് ആണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ എമൗണ്ടിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് അല്ലെ? പ്രൊഡക്റ്റിന്റെ എമൗണ്ടിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഹൈഡ്രജനുമായിട്ട് കമ്പയർ ചെയ്തിട്ട് വേണം അമോണിയയുടെ മാസ് കണ്ടുപിടിക്കാൻ. 3 മോൾസ് ഓഫ് ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ എത്ര മോൾസ് ഓഫ് അമോണിയ ഉണ്ടാവും? 2 മോൾസ് ഓഫ് അമോണിയ ആണ് ഉണ്ടാവുക. ഓക്കെ, സോ 3 മോൾസ് ഓഫ് ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ 2 മോൾസ് ഓഫ് അമോണിയ ആണ് ഉണ്ടാവുക. സോ അങ്ങനെയാണെങ്കിൽ നമുക്കുള്ള ഹൈഡ്രജന്റെ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? നമുക്കുള്ള നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 4.96 times 10 to the power
3 moles of hydrogen ആണ് നമുക്കുള്ളത്. അപ്പോൾ ഇത്രയും നമ്പർ ഓഫ് മോൾസിന് എത്ര മോൾസ് ഓഫ് അമോണിയ ഉണ്ടാവും എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇത് വിച്ച് ഈസ് ഈക്വൽ ടു എക്സ്. സോ എക്സ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. എക്സ് ഈസ് ഈക്വൽ ടു 4.96 times 10 to the power 3 times 2 over 3. ഓക്കെ, ഇത് സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് എത്രയാണ് കിട്ടുക? 3.307 times 10 to the power 3 moles. സോ ഇത്രയും നമ്പർ ഓഫ് മോൾസ് ഓഫ് അമോണിയ ആണ് ഉണ്ടാവുക. സോ അമോണിയയുടെ നമ്പർ ഓഫ് മോൾസ് എനിക്ക് കിട്ടി. ഇത്രയും നമ്പർ ഓഫ് മോൾസ് ഓഫ് അമോണിയ ആണ് നമുക്ക് കിട്ടുന്നത്. ഇത്രയും ഹൈഡ്രജൻ റിയാക്ട് ചെയ്താൽ 3.307 times 10 to the power 3 moles of ammonia ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് കിട്ടി അമോണിയയുടെ നമ്പർ ഓഫ് മോൾസ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി എങ്ങനെയാണ് ഇനി ഇവിടെ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എമൗണ്ട് ഓഫ് അമോണിയ ആണ്. അതായത് മോൾസ് നമ്മളപ്പോൾ മാസ് കണ്ടുപിടിക്കണം. സോ ഇത്രയും നമ്പർ ഓഫ് മോൾസ് കിട്ടിക്കഴിഞ്ഞാൽ മാസ് എങ്ങനെ കണ്ടുപിടിക്കും? മാസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ടൈംസ് മോളാർ മാസ് അല്ലേ? നമ്പർ ഓഫ് മോൾസ് ഓഫ് അമോണിയ എത്രയായിരുന്നു? 3.307 times 10 to the power 3 ആയിരുന്നു. 10 to the power 3 മോൾസ് ആയിരുന്നു. ഇനി മാസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മാസ് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് അമോണിയ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ടൈംസ് മോളാർ മാസ് അല്ലേ? ഓക്കെ, സോ നമ്പർ ഓഫ് മോൾസ് 3.307 times 10 to the power 3 ആണ്. ടൈംസ് മോളാർ മാസ്. മോളാർ മാസ് എത്രയാണ്? 17 grams per mole ആണ്. ഇവിടെ മോൾ ആണ്. ഓക്കെ, ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 56.2 times 10 to the power 3 grams. ഇത് സോൾവ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുക? 56.2 times 10 to the power 3 grams. ഇതിനെ നമുക്ക് കിലോഗ്രാംസിൽ എഴുതാം. അതായത് 56.2 kilograms. ഓക്കെ, ഇത്രയും കിലോഗ്രാംസ് ഓഫ് അമോണിയ ആണ് നമുക്ക് കിട്ടുന്നത്. മനസ്സിലായല്ലോ? ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? രണ്ട് റിയാക്റ്റന്റിന്റെയും നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ച് അത് രണ്ടും റിയാക്ട് ചെയ്യാൻ ആവശ്യത്തിനുള്ള നമ്പർ ഓഫ് മോൾസ് രണ്ടും ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ കുറവ് എമൗണ്ട് ഉള്ള റിയാക്റ്റന്റ് ആയിരിക്കും നമ്മുടെ ലിമിറ്റിംഗ് റിയാക്റ്റന്റ്. ആ ലിമിറ്റിംഗ് റിയാക്റ്റന്റ് ആയിരിക്കും നമ്മളുടെ പ്രൊഡക്റ്റിന്റെ എമൗണ്ടിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ ലിമിറ്റിംഗ് റിയാക്റ്റന്റിന്റെ നമ്പർ ഓഫ് മോൾസിനനുസരിച്ചായിരിക്കണം നമ്മൾ പ്രൊഡക്റ്റിന്റെ എമൗണ്ട് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. കമന്റ് ചെയ്യാൻ ഒരു മടിയും വിചാരിക്കേണ്ട. സോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.